അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ലോങ് വീഡിയോ ചെയ്യാൻ കരുതി കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടേ. അപ്പോൾ നന്ദുക്കുട്ടൻ രാവിലെ അമ്മ അലക്കിയിട്ടേക്കുന്ന തുണി ഫുള്ളെടുത്ത് മുറ്റത്ത് ഇരിക്കുവാണ് കേട്ടോ. അമ്മയ്ക്കൊരു ചെറിയൊരു ഹെൽപ്പ് ആവുമല്ലോ. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് കുറച്ച് മത്തയില പറിക്കാൻ പോവാണേ. അമ്മയ്ക്ക് ഉച്ചക്കത്തേക്കൊരു തോരൻ വയ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം പറമ്പിലെത്തിയിട്ടുണ്ട്. എനിക്ക് ചെറിയൊരു ഒച്ചയടപ്പുണ്ട്, അതാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളൊരു കത്തി എടുക്കാൻ മറന്നുപോയി, അതാണ് ഇങ്ങനെ പിച്ചി എടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വളരെ കുറച്ച് ഇലകളെ പറിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. കാരണം അമ്മ മത്തയില പറിക്കാൻ പറഞ്ഞത് ഞാൻ കേട്ടുള്ളൂ കേട്ടോ. തോരന് വേണ്ടിയാന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടില്ലായിരുന്നു. ഞാൻ ഓർത്തത് സാമ്പാറിനകത്ത് ഇടാനായിരിക്കും എന്നാണ് കരുതിയത്. അപ്പം അമ്മ അകത്തായിരുന്നുകൊണ്ട് മത്തയില വേണമെന്ന് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. ഞാൻ പുറത്താണല്ലോ നിന്നേ. അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ടിപ്പ് കൂടെ ഫ്ലാറ്റ് ആയിട്ടുണ്ട്. ഒരു തീറ്റ കഴിഞ്ഞ് കിടക്കുന്ന കിടപ്പാണ് കേട്ടോ. വയറൊക്കെ കമ്പിച്ച് പിടിച്ചാണ് കിടക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ വീണ്ടും കയറി പോവാണ്. ഇപ്പോൾ ഞാൻ കയ്യിലൊരു ചെറിയൊരു കത്രിക എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി, ഏകദേശം ഒരു മാസമൊന്നും അല്ല, അതിൽ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് കരുതുന്നത്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ നിങ്ങളോടൊരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്തും കമൻറ്റൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് ഇനിയും വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തെങ്കിലേ നമുക്കൊരു മോട്ടിവേഷൻ ആവുള്ളൂ. നമ്മുടെ പറമ്പ് നല്ല പക്കയായിട്ട് കാട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പുല്ലോട്ട് മെഷീൻ ഒന്ന് കേടായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അച്ചുകൂടെ അത് കഴിഞ്ഞ ദിവസം മുണ്ടക്കയത്ത് കൊണ്ടുപോയി നന്നാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമല്ല, ഇന്നലെ കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് സ്റ്റാർട്ടൊക്കെ ആയി സെറ്റാക്കിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് തെളിക്കാൻ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് എക്സാമിൻ്റെ ടൈമും കൂടിയാണ്. അപ്പോൾ എനിക്ക് ടൈമും ഇല്ല. ഞാനൊരു വീഡിയോ എടുക്കണമല്ലോ എന്നോർത്തങ്ങ് എടുക്കുന്നതാണ്. നമുക്കിനിയിപ്പം 8 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ടൈം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കുറച്ചുകൂടെ മത്തയില പറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്ദുക്കുട്ടൻ്റെ കൈ കൊടുത്ത് വിട്ടേ. അപ്പോൾ അവനവിടെ പോയി നമ്മുടെ കോഴിപ്പെണ്ണിൻ്റെ അടുത്ത് കൊഞ്ചുവാണ് കാലൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പഴയ പൂവിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അറിയാം, അവനിങ്ങനെ കാല് വെച്ച് കൊടുക്കുമ്പോൾ കുത്തുമായിരുന്നു. അവനൊക്കെ ഇപ്പം എവിടെയാണ്, നമ്മൾ തട്ടിയായിരുന്നു അവനെ. ഇപ്പം അവൻ മുറ്റത്തോട്ട് ചാടിയിട്ടുണ്ട്. ഇവിടുന്ന് ഒറ്റ ചാട്ടമാണ് കേട്ടോ സ്റ്റെപ്പേന്ന്. ഇപ്പം നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടി എന്ന് പറയുമ്പം കുറച്ച് തേനെടുക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ ചൂടൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നിട്ട് ഉണ്ട് കഴിഞ്ഞത് നേരെ തേനെടുക്കാൻ പോകാൻ പറഞ്ഞേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കത്തിയും സ്പൂണും ചെരുവും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിന് നമ്മുടെ നന്ദുക്കുട്ടൻ ടിപ്പുവിന് ചോറ് കൊടുക്കാൻ പോവാണ് കേട്ടോ. ടിപ്പുവിടെ വാലൊക്കെ ആട്ടി കൊഞ്ചി കൊടിഞ്ഞ് നിൽക്കുവാണേ. പുള്ളി അങ്ങനെയാണ് നമ്മളോട് എല്ലാവരോടും, ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ നമ്മുടെ തേനീച്ചപ്പെട്ടിയിൽ തേനെടുക്കാൻ കാരണം എന്ന് പറയുമ്പം ഈ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ നോക്കുവാണെങ്കിൽ കാണാം തേനിങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ് റീസൺ എന്ന് നമുക്ക് ഒരു പിടുത്തമില്ല. ഒന്നെങ്കിൽ തേനിൻ്റെ ഏതെങ്കിലും ചെറിയ അറകൾ ബ്രേക്ക് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ തേൻ ഒരുപാടായിരിക്കും. എന്താണെന്നൊന്നും അറിയത്തില്ലാണ്ടാണ് നമ്മളിത് പൊട്ടിച്ചത്. പക്ഷെ അതിലൊരു ട്വിസ്റ്റും ഉണ്ടായിരുന്നു. നമ്മൾ ക്ലൈമാക്സ് കാണാൻ നെറ്റൊക്കെ നമ്മുടെ ചെരുവത്തിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ട കാര്യം, ഒരു കുപ്പി വെച്ച് നമ്മുടെ ഈ കടിയൻ തേനീച്ചകളെ ഫുള്ള് കുപ്പിയിലേക്ക് ആക്കുവാണ് കേട്ടോ. വർക്കർ ബീസ് എന്നാണ് അവന്മാരുടെ പേര്. ഇവന്മാർ ഈ കൂടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഈ വാതൊക്കെ കാണും കേട്ടോ. പിന്നെ എന്തെങ്കിലും നമ്മൾ അവിടെ പോയി ശല്യപ്പെടുത്തുവാണെങ്കിൽ ഇവന്മാർ പെട്ടെന്ന് ചാടി കടിക്കാൻ തുടങ്ങും. അപ്പോൾ അതാണ് ഇവന്മാരുടെ ഒരു സ്വഭാവം. അപ്പോൾ ചൂടൻ ഇവിടെ തേനീച്ചപ്പെട്ടി ഒക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ടേ. ഇനിയിപ്പോൾ നമ്മൾ നിന്ന് അതിൻ്റെ ആ അടപ്പ് തുറക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ആ വയറൊക്കെ ഊരിക്കളഞ്ഞു, എന്നിട്ട് തുറന്ന് കേട്ടോ. തുറന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഇതാണ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പം നമ്മളെ വലിയ നിറഞ്ഞ് കവിഞ്ഞ് തേനായിരിക്കും എന്ന് എഴുതിയിട്ട് പകുതി തേൻ പോലും ഇല്ല ഇതിൻ്റെ അകത്ത്. ഒന്നെങ്കിൽ ഇവന്മാർ കുടിച്ച് തീർത്തായിരിക്കും, അതങ്ങനെ ചാൻസ്. കാരണം ഈ ഏപ്രിൽ മാസത്തിൽ നല്ലോണം തേനൊക്കെ കാണേണ്ടതാണ്. എങ്കിലും സാരമില്ല, നമ്മൾ ഉള്ളതെടുക്കുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ വേറൊരു കാര്യം കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. നമ്മൾ കൂട് തുറന്നപ്പോൾ അതിനകത്ത് റാണി ഈച്ച ഉണ്ടായിരുന്നേ. അപ്പോൾ അതിന് ഞാൻ ഈ സർക്കിളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ കാണുമല്ലോ, അവർക്ക് വേണ്ടിയാണ് കാണിക്കുന്നത്. അതുപോലെ ഇതാ കൂട്ടിലെ റാണി ഇട്ട മുട്ടയാണ് കേട്ടോ. റാണി മാത്രമേ ഈ കൂട്ടി മുട്ടയിടുള്ളൂ, വേറെ ഒരു ഈച്ചകൾക്ക് മുട്ടയിടാൻ പറ്റിയല്ല. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വർക്കർ ബീസ് എന്ന് പറയുന്നത് മൊത്തം പെണ്ണുങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ഈ ഡ്രോൺസ് എന്ന് പറയുന്നത് മെയിൽസാണ്. അവന്മാർ മടിയന്മാരാണ്, അനങ്ങത്തേ ഇല്ല. അപ്പോൾ നമ്മൾ പെട്ടിയൊക്കെ തിരിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈച്ചകളെ റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുപ്പിയിലാക്കിയായിരുന്നല്ലോ. അപ്പോൾ അവന്മാരൊക്കെ തിരിച്ചിറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തെങ്കിലും കംപ്ലൈൻറ്റുകളുണ്ടെങ്കിലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടായിട്ടുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യാൻ മടിക്കല്ലേ. അപ്പം എന്തൊക്കെ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്കിനിയും വീഡിയോസായിട്ട് ഉടനെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണേ. അപ്പോൾ എല്ലാവർക്കും ബൈ.